പണ്ടൊരിക്കൽ പൃഥ്വിരാജ് പറയുകയുണ്ടായി, ഒരു വിജയ് സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് ആണ് മാറുന്നതെന്ന്. ഓരോ തവണ ആ മനുഷ്യൻ പുതിയ സിനിമയുമായി എത്തിയപ്പോൾ ബോക്സ് ഓഫീസിൽ പറഞ്ഞത് റെക്കോർഡുകളാണ്. ഇങ്ങ് കേരളത്തിൽ പോലും ഒരിടയ്ക്ക് ഓപ്പണിംഗ് ഡേ കളക്ഷനിൽ ഒരു വിജയ് ചിത്രം മുന്നിട്ട് നിന്നു. ലിയോ ആ നേട്ടം നേടുന്നതിന് മുന്നേയും കേരള ബോക്സ് ഓഫീസിലെ കൊമ്പൻ ഒരു അന്യഭാഷാ ചിത്രമായിരുന്നു, KGF 2. ആ ലിസ്റ്റിൽ അവയ്ക്ക് പിന്നിൽ മലയാള സിനിമകളായി ഉണ്ടായിരുന്ന 3 എണ്ണത്തിലും നായകൻ ഒരാളായിരുന്നു, മലയാളത്തിൻ്റെ മോഹൻലാൽ. പിന്നീട് ലിയോ സെറ്റ് ചെയ്ത നേട്ടത്തെ മറികടക്കാനും നിഷ്പ്രഭമാക്കാനും മോളിവുഡിന് സാധിച്ചതും ഇതേ മോഹൻലാലിലൂടെ, ലാലേട്ടനിലൂടെ. എമ്പുരാന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ സകല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും കടപുഴകി. തൊട്ടടുത്ത മാസം വീണ്ടും ഒരു 200 കോടിയിലൂടെ ആ സ്റ്റാർഡം മോളിവുഡിൻ്റെ പീക്ക് എന്തെന്ന് കാട്ടിത്തന്നു. മലയാളത്തിലെ ആദ്യ 50, 100, 250 കോടിയെല്ലാം പിറന്നത് ആ നായകൻ്റെ സിനിമകളിലൂടെയാണ്. അതിന് തുടക്കമിട്ടതോ മോളിവുഡിൻ്റെ സ്കീമാറ്റിക്സ് തന്നെ മാറ്റിയ ദൃശ്യത്തിലൂടെ. വെറും ഒരു ഫാമിലി ഡ്രാമ പ്രതീക്ഷിച്ച് പോയവർക്ക് കിട്ടിയത് ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ജോർജ് കുട്ടിയും കുടുംബവും ആഗസ്റ്റ് 2, 3 പാറേപ്പള്ളിയും ധ്യാനവും എല്ലാം മലയാളി നിത്യജീവിതത്തിൻ്റെ ഭാഗമായി. മലയാളത്തിൻ്റെ ആദ്യ 50 കോടി എന്ന ഖ്യാതിയോടെയാണ് 2013-ലെത്തിയ ദൃശ്യം ഓട്ടം അവസാനിപ്പിച്ചത്. 62 കോടിയായിരുന്നു ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ. പിന്നീട് ഇങ്ങോട്ടുള്ള കാലം ആ സിനിമ ഒരു ശരാശരി മലയാളി സിനി ഫൈലിൻ്റെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നു. 13 വർഷങ്ങൾക്കിപ്പുറവും മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ആ കഥയും കഥാപാത്രങ്ങളും തന്നെയാണ് ചർച്ച. കന്നഡ, തെലുങ്ക്, തമിഴ്, ഹിന്ദി, സിംഗള, ചൈനീസ് അങ്ങനെ അതിർത്തികൾ താണ്ടിയുള്ള റീമേക്കുകൾ ദൃശ്യത്തെ ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. രണ്ടാം ഭാഗം കോവിഡ് എന്ന മഹാമാരിയുടെ വ്യാപനത്താൽ OTTയിൽ റിലീസായി. ജോർജ് കുട്ടിയും കുടുംബവും പിടിക്കപ്പെടുമോ എന്ന ആശങ്ക അന്നേരവും ഒരു പിടി പോലും കുറഞ്ഞിരുന്നില്ല. ആമസോൺ പ്രൈമിലൂടെ എത്തിയ സിനിമയുടെ ഗംഭീര സ്വീകാര്യത തിയേറ്റർ റിലീസ് മിസ്സായ നിരാശയിൽ പ്രകടമായിരുന്നു. മേക്കിങ്ങിൽ പല വിമർശനങ്ങൾ കേൾക്കുമ്പോഴും കഥയുടെയും പ്ലോട്ട് ട്വിസ്റ്റുകളുടെയും മികവിൽ അതിനെയെല്ലാം കവച്ചു വെക്കുന്നതായിരുന്നു പുറത്തിറങ്ങിയ 2 ഭാഗങ്ങളും. പ്രേക്ഷകന്റെ കോൺഷ്യസ്നെസ്സിനെ വട്ടം കറക്കുന്ന ജീത്തു ജോസഫ് മാജിക് തന്നെയാണ് അത്രയും വലിയ സ്വീകാര്യതയ്ക്കും ഇപ്പോഴുള്ള കാത്തിരിപ്പിനും പ്രധാന കാരണം. ത്രില്ലറുകൾ ഓരോന്ന് വരുമ്പോഴും ബെഞ്ചുമാർക്കായി ദൃശ്യം തുടരുന്നതും ആ മാന്ത്രികത കൊണ്ടാണ്. 3-ാം ഭാഗം എത്തുമ്പോഴുള്ള പ്രധാന ചോദ്യം ഈ കഥയുടെ ക്ലൈമാക്സ് എന്താകുമെന്നതാണ്. ജീവിതകാലം മുഴുവൻ ഒരു വലിയ രഹസ്യം ഉള്ളിൽ കൊണ്ട് നടക്കുക എന്ന ഉദ്യമത്തിൽ ആ കുടുംബം എത്ര കണ്ട് വിജയിക്കുമെന്നതാണ്. പല സ്പെക്കുലേഷനുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കമുയരുന്നത്. എസ്തർ അവതരിപ്പിക്കുന്ന അനുവിലൂടെയാണ് കഥ മുന്നോട്ട് പോകുക എന്നതാണ് അതിലെ ഏറ്റവും വലിയ ഊഹം. ചെറുതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് ലാലേട്ടൻ പറയുന്നതും അതിന് ആക്കം കൂട്ടുന്നു. റെക്കോർഡ് തുകയ്ക്കാണ് ചിത്രത്തിൻ്റെ റൈറ്റുകൾ പനോരമയ്ക്ക് വിറ്റുപോയത്. ഇതോടെ സിനിമയിൽ ഇനി ആശീർവാദിന് റോൾ ഇല്ലേ എന്നായി അടുത്ത ചോദ്യം. അതിന് സംവിധായകൻ തന്നെ മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തു. മലയാള സിനിമയിൽ ഇന്നേ വരെ നടക്കാത്ത ഒരു കൈൻഡ് ഓഫ് ഡീൽ പനോരമ ഓഫർ ചെയ്തു. റീമേക്ക് റൈറ്റ്സ്, ഇൻ്റർനാഷണൽ റീമേക്ക് റൈറ്റ്സ്, ബാക്കി ലാംഗ്വേജിലെ ഡബ്ബിംഗ് ഇതെല്ലാം ആശീർവാദിൻ്റെ കയ്യിലാണ്. മലയാളത്തിൻ്റെ OTT തിയേറ്റർ റൈറ്റുകളാണ് വിറ്റുപോയതെന്നും ജീത്തു ജോസഫ് പറയുന്നു. 160 കോടിക്കാണ് പനോരമ ഇത് സ്വന്തമാക്കിയതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനോടകം കേരളത്തിൽ നിന്ന് 4 കോടിക്ക് മുകളിലും ആഗോളതലത്തിൽ 10 കോടിക്ക് അടുത്തുമാണ് പ്രീസെയിലൂടെ സിനിമ സ്വന്തമാക്കിയത്. ആദ്യ ദിവസം തന്നെ ആദ്യ ഭാഗത്തിൻ്റെ കളക്ഷനെ ഭേദിച്ച് ചിത്രം റെക്കോർഡ് ഇടുമെന്നാണ് വിലയിരുത്തൽ. ഒരു ലോഡ് ഹൈപ്പും അതിലേറെ പ്രതീക്ഷകളുമായി തിയേറ്ററുകളിലെത്തി തകർന്നടിയുന്ന സിനിമകൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്ന പ്രതിഭാസമാണ്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം പ്രതീക്ഷയുടെ അമിതഭാരം താങ്ങാനാവാതെയുള്ള തകർച്ച നിരന്തരം സംഭവിക്കുന്നു. അതേസമയം ചുരുങ്ങിയ ബജറ്റിലും ചെറിയ സ്കെയിലും എത്തി സിനിമകൾ കോടി ക്ലബിൻ്റെ പൂട്ടുകൾ പൊട്ടിക്കുകയും ചെയ്യുന്നു. വാഴയും പ്രേമലവും ലോക്കിയുമെല്ലാം കളക്ഷൻ ലിസ്റ്റിൽ മുന്നിലെത്തി നിൽക്കുന്നത് അതിനുദാഹരണമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈ ആൻറ്റിസിപ്പേഷനോടെ ദൃശ്യമെത്തുന്നത്. ഒരു കുഞ്ഞ് ഇമോഷണൽ ഫാമിലി ഡ്രാമയാണെന്ന് ജീത്തു ജോസഫ് നിരന്തരം പറയുമ്പോഴും മലയാളിക്ക് ദൃശ്യം എന്നും ഒരു സസ്പെൻസ് ഫാക്ടറാണ്. എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഇല്ലാതെ സിനിമ എത്തില്ലെന്ന പ്രതീക്ഷയാണ്. ജോർജ് കുട്ടി ഏതറ്റം വരെ പോയാണെങ്കിലും തൻ്റെ കുടുംബത്തെ രക്ഷിക്കുമെന്ന ആ വിശ്വാസമാണ് 3-ാം ഭാഗത്തിൻ്റെയും കാതൽ. 4-ഉം 5-ഉം ഒക്കെ വന്നാലും അത് കാണാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നതും ആ ഒരൊറ്റ വിശ്വാസമാകും.